അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ആളുകൾ എല്ലാവരും പറയുന്നത് പുതിയ തലമുറയിലേക്ക് നോക്കുമ്പോൾ ഒരു ലജ്ജ നഷ്ടപ്പെട്ടോ എന്ന് ആളുകൾ സംശയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു സംശയമല്ല. ഇന്ന് ലജ്ജ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഒരു രൂപത്തിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ലജ്ജ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലജ്ജ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും എന്നാണ്. നോക്കൂ, ഇന്ന് അങ്ങനെ ഇല്ലേ? ഇന്ന് ആളുകൾ എല്ലാ പ്രവൃത്തികളും, മോശപ്പെട്ട പ്രവൃത്തികൾ ഓരോന്നും പരസ്യമായി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അവർക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. അത് കൃത്യമാണ്. പ്രവാചകൻ പറഞ്ഞത് റെഡിയാണ്. ലജ്ജ നഷ്ടപ്പെട്ടപ്പോ അവർക്ക് അധർമ്മങ്ങൾ ചെയ്യാൻ, മ്ലേച്ഛത ചെയ്യാൻ ഒന്നിനും ഒരു ഭയപ്പാടില്ല. മ്ലേച്ഛത ചെയ്യുകയാണ്, നാം കാണുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ അത് ഖൈർ മാത്രമേ കൊണ്ടുവരും എന്നാണ്. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഖൈർ അല്ലാതെ നിങ്ങൾക്ക് ലജ്ജ കൊണ്ടുവരികയില്ല എന്നാണ്. ലജ്ജ നമ്മൾക്ക് ഖൈർ മാത്രമേ കൊണ്ടുവരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ നാം ആലോചിച്ച് നോക്കേണ്ടത്, ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാനിന്റെ ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ എന്ത്? ലജ്ജ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈമാനിൽ പെട്ടതാണ്. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. ഈമാനിൽപ്പെട്ടതാണ് എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലജ്ജ, ആ ഒരു നല്ല സ്വഭാവം, ആ ഒരു നല്ല ഗുണം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന അധർമ്മങ്ങൾ, ഇന്ന് കാണുന്ന മ്ലേച്ഛതകൾ, അതെല്ലാം നമുക്ക് പരസ്യമായി കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സഹോദരിമാർ ലജ്ജയുള്ള ആളുകളായി തീരണം. അന്തപുരങ്ങളിലെ സ്ത്രീകൾക്കുള്ള ലജ്ജ, അതാണ് ഏറ്റവും നല്ലത് എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ ലജ്ജ ഉള്ള ആളുകളായി തീരുമ്പോൾ അത് ഭംഗി കൂട്ടുക മാത്രമാണ്. പ്രവാചകൻ പറഞ്ഞ ഹദീസിലെ വാചകം എന്താണ്? ഖൈർ കൊണ്ടുവരുമെന്നാണ്. ആ ഖൈർ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ ലഭിക്കണ്ടേ? ഇല്ല എങ്കിലോ ആ ലജ്ജയില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കാണുന്നത് എന്താ? വൈകൃതങ്ങൾ മാത്രമാണ്. ആളുകൾ കണ്ണുപൊത്തുന്ന, ആളുകൾ കാണരുത് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതുകൊണ്ട് നമുക്ക് ലജ്ജാശീലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയിട്ടുള്ള ആ ഒരു ലജ്ജയുടെ ശീലം വളർത്തിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ഓരോ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അത് സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബി വനിതകൾ വരെ ആ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത എത്രമേൽ ഉണ്ട് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഈ ഒരു സ്വഭാവം പുലർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. എങ്കിൽ ഖൈർ നിങ്ങൾക്ക് ലഭിക്കും. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ എല്ലാം ഖൈർ ലഭിക്കാൻ കാരണമായ ഒരു ഗുണമാണ് ലജ്ജ എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.